കർണാടകയിൽ നടൻ പ്രകാശ് രാജിനെതിരെ ഹൈന്ദവ പ്രതിഷേധം ആളിക്കത്തുകയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ടുള്ള ധർമ്മസ്ഥലയെ തകർക്കാൻ നടന്ന 200 കോടിയുടെ ഗൂഢാലോചനയിൽ പ്രകാശ് രാജിന്റെ പേരും പുറത്തു വന്നതോടെ കർണാടകയിലെ തെരുവുകൾ അക്ഷരാർത്ഥത്തിൽ കത്തുകയാണ്. ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയുള്ള ഇടത് ലിബറൽ അജണ്ടകൾക്ക് ഇനി അധികകാലം ആയുസില്ലെന്ന കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പാണ് ഈ പ്രതിഷേധങ്ങൾ. കഴിഞ്ഞ ദിവസം ബലഗാവിയിലാണ് ശ്രീരാമസേന പ്രവർത്തകർ പ്രകാശ് രാജിന്റെ കോലം കത്തിച്ച് വൻ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ധർമ്മസ്ഥല കൂട്ട ശവസംസ്കാര കേസിൽ ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ കേസിലെ മുഖ്യകണ്ണിയായിട്ടുള്ള ചിന്നയ്യ തന്നെയാണ് പ്രകാശ് രാജിന്റെ പേരിപ്പോൾ വെളിപ്പെടുത്തിയത്. ഇതോടെ പ്രകാശ് രാജിനെ അടിയന്തരമായി ചോദ്യം ചെയ്യണമെന്നും സമഗ്രമായ SIT അന്വേഷണം വേണമെന്നും ശ്രീരാമസേന അധ്യക്ഷൻ പ്രമോദ് മുത്തലിക് ആവശ്യപ്പെട്ടു. ആരോപണം തെളിഞ്ഞാൽ തെന്നിന്ത്യൻ സിനിമാ വ്യവസായത്തിൽ നിന്നും തന്നെ പ്രകാശ് രാജിനെ വിലക്കാൻ ആവശ്യപ്പെടുമെന്നാണ് മുന്നറിയിപ്പ്. BJP സംസ്ഥാന അധ്യക്ഷൻ BY വിജയേന്ദ്രയും ക്ഷേത്രത്തെ തകർക്കാനുള്ള ഈ നീക്കത്തിനെതിരെ അതിശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിനാണ് കോടിക്കണക്കിന് ഭക്തരുടെ ആശ്രയമായിട്ടുള്ള ധർമ്മസ്ഥല ശ്രീ മഞ്ജുനാഥേശ്വര ക്ഷേത്രത്തെ ഇവർ ഉന്നം വയ്ക്കുന്നത്? 2025-ൽ സിദ്ധരാമയ്യയുടെ കോൺഗ്രസ് സർക്കാരിന്റെ കാലത്താണ് ക്ഷേത്രത്തിൽ കൂട്ടശവ സംസ്കാരം നടന്നുവെന്ന ഞെട്ടിക്കുന്ന വ്യാജ ആരോപണം ഇവർ ഉയർത്തിയത്. കോൺഗ്രസ് സർക്കാർ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ പ്രഖ്യാപിച്ചു. ഇവിടെ മുഴുവൻ ബുൾഡോസർ വെച്ച് ഉഴുതു മറിച്ചിട്ടും അവിടെ ഒന്നും ശവത്തിന്റെ പൂട പോലും അവർക്ക് കണ്ടെത്താനായില്ല. ബുൾഡോസറുകളുടെ പുറകെ ക്യാമറയുമായി വച്ചുപിടിച്ച കേരള മാപ്രകൾക്കും നിരാശയായിരുന്നു ഫലം. ധർമ്മസ്ഥലയെ അപകീർത്തിപ്പെടുത്താൻ 200 കോടി രൂപയുടെ ഗൂഢാലോചന നടന്നുവെന്നാണ് ഇപ്പോൾ ചിന്നയ്യ ഹൈക്കോടതിയിൽ തുറന്നു പറഞ്ഞിരിക്കുന്നത്. നിരന്തരം ഹിന്ദു വിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന പ്രകാശ് രാജിന് ഈ ഗൂഢാലോചനയിൽ ഫോൺ സംഭാഷണങ്ങളിലൂടെ പങ്കുണ്ട് എന്നാണ് പുതിയ വെളിപ്പെടുത്തൽ. ഇതൊരു വെറും ആരോപണം മാത്രമല്ല, മറിച്ച് കർണാടകയെ പിടിച്ചു കുലുക്കുന്ന വമ്പൻ രാഷ്ട്രീയ കളിയാണ്. ഈ മാസം ആദ്യം, കൃത്യമായി പറഞ്ഞാൽ ജൂൺ 3-ന് DK ശിവകുമാർ മുഖ്യമന്ത്രിയായി ചുമതലയേറ്റതോടെ കർണാടക കോൺഗ്രസിൽ ആഭ്യന്തര കലഹം രൂക്ഷമാവുകയാണ്. ഈ ഭരണപരാജയങ്ങൾക്കിടയിലാണ് ക്ഷേത്രവിരുദ്ധ ഗൂഢാലോചന എന്ന തുറുപ്പ് ചീട്ട് ഹൈന്ദവ സംഘടനകൾക്കും BJPക്കും കിട്ടുന്നത്. വരുന്ന ജൂൺ 29-ന് മുൻപ് കോടതിയുടെ മേൽനോട്ടത്തിലുള്ള SIT അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. ഈ അവസരത്തിൽ തെരുവുകളിൽ ഹിന്ദു വോട്ട് ബാങ്ക് ഒന്നിക്കുന്നത് പുതിയ കോൺഗ്രസ് സർക്കാരിനെ കടുത്ത പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാൻ ഇറങ്ങുന്ന അർബൻ നക്സലുകൾക്കും ലിബറൽ സെലിബ്രിറ്റികൾക്കും കിട്ടാവുന്ന ഏറ്റവും വലിയ തിരിച്ചടി കൂടിയാണിത്. ഹൈന്ദവ സ്ഥാപനങ്ങളെയും വിശ്വാസങ്ങളെയും വ്യാജ വാർത്തകളിലൂടെ ഇല്ലാതാക്കാം എന്ന് കരുതുന്നവർക്കുള്ള കൃത്യമായിട്ടുള്ള താക്കീതാണ് കർണാടകയിൽ ഇപ്പോൾ കാണുന്നത്. ഗൂഢാലോചനകൾ എത്ര വലുതായാലും ധർമ്മസ്ഥലയുടെ പ്രതാപത്തെ തൊടാൻ ആർക്കും കഴിയില്ല. ഹിന്ദു വോട്ടുകളുടെ ഈ ധ്രുവീകരണം വരും നാളുകളിൽ കർണാടക രാഷ്ട്രീയത്തിന്റെ തലവര തന്നെ മാറ്റിയെഴുതും.